നമുക്കിന്നൊരു കിടില മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് പാനിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലി കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മല്ലി നമ്മളൊന്നൊരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈവിടാതെ ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ഏറ്റവും ഹൈ ഫ്ലെയിം വെക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ മല്ലിയൊക്കെ മൂക്കണ ഒരു സ്മെല്ല് വരും. ആ സമയത്ത് നമ്മളതിലേക്ക് ഒരു 3 കഷ്ണം ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ മല്ലി കരിയാതെ വേണം നോക്കാം. മല്ലി എന്നല്ല, ഒരു ഐറ്റം നമ്മൾ കരിയാതെ നോക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മളതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു 12 വെളുത്തുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 12 എടുത്തിട്ടുള്ളത്. 5 കാശ്മീരി ചില്ലി കുതിർത്തി എടുത്തിട്ടുള്ളതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മളതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ മുട്ട, ഞാനിവിടെ ഒരു മുട്ട 2 പീസാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കാം. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഓരോ മിനിറ്റ് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അധികം നേരം ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കണം. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇത് നല്ല ഫൈനായിട്ട് അരച്ച് ചേർക്കേണ്ട, ഒരു ഇങ്ങനെ ഒരു തരിപ്പുണ്ടാവണ പോലെ നമ്മളൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവോളയും ആ മസാലകളൊക്കെ നന്നായി മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ആ മിക്സി ചുഴറ്റിയിട്ട് ഒരു 1/4 കപ്പിൽ 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോഴും എണ്ണ തെളിയണ സമയമാവണ നേരത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 2 ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തൈരിന് പകരം നിങ്ങൾക്ക് ഒരല്പം പുളി, ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്തിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് തള വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഉടഞ്ഞ് ഉണ്ണിയൊക്കെ വേറെ മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരല്പം മല്ലിയിലയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്നൊരു 3-4 മിനിറ്റും കൂടെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിട്ടില്ല മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്